ഹലോ, വെൽക്കം ബാക്ക് ടു അവർ സ്റ്റോറീസ്. അപ്പോൾ ഇന്നൊരു കോളേജ് ഗോയിങ് ഒരു തട്ടിക്കൂട്ടി വീഡിയോ ആണ് കേട്ടോ, എൻ്റെ പിടച്ചടച്ച് പോക്ക്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ പുട്ടും പയറിലും ഒക്കെ തുടങ്ങുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ചിന്തിക്കുന്നില്ല എങ്കിൽ ചിന്തിച്ചോളൂ. ഞാൻ ആദ്യം അതായത് അന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ എടുത്തു തുടങ്ങിയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തെടുത്തപ്പോഴത്തേക്കും ആദ്യം ഞാൻ കണ്ട വീഡിയോ എന്ന് പറയുന്നത് ഈ പുട്ടും പയറും ചായയൊക്കെയാണ്. അപ്പം ഞാൻ ചിന്തിച്ചു, ഒരു കാലത്ത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാതിരുന്നൊരു സാധനമാണ് ഈ പുട്ടും പയറും പപ്പടമൊക്കെ. പുട്ടിനിപ്പോൾ എന്തിൻ്റെ കൂടെ തന്നാലും, അത് എനിക്ക് അത്രയും ഫേവറേറ്റുള്ള കറികളൂടെ തന്നാലും ഞാൻ കഴിക്കത്തില്ലായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ലാതിരുന്ന സാധനമാണ് പുട്ട്. ഇനിയിപ്പോൾ എൻ്റെ വീട്ടിൽ, അതായത് എൻ്റെ അമ്മ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ അന്ന് വീട്ടിൽ 2 ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. എനിക്ക് വേറെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ്, എൻ്റെ ചേട്ടന് വേറെ എന്തെങ്കിലും. കാരണം ഞാൻ അന്നത്തെ കാലത്ത്, അതായത് ഞാൻ +1 +2 വരെ പഠിക്കുമ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടമുള്ള ഒരു 3-4 ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അതായത് ഇഡലി, ഇടിയപ്പം, പൂരി, ഇതല്ലാതെ വേറെ എന്തുണ്ടാക്കിയാലും ഞാൻ കഴിക്കത്തില്ല. ഇല്ലെങ്കിൽ അമ്മ എനിക്ക് മാഗി മേടിച്ച് തരാം അന്നത്തെ ദിവസം. അല്ലാതെ എന്തമ്മ വീട്ടിലുണ്ടാക്കിയാലും അമ്മയ്ക്ക് കുറ്റമാണ്. അമ്മയ്ക്ക് ഇതല്ലാതെ വേറൊന്നും ഉണ്ടാക്കാനില്ലേ, അമ്മയ്ക്കൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലേ, ചേട്ടന് ഇഷ്ടപ്പെട്ട സാധനം മാത്രമേ അമ്മ ഉണ്ടാക്കുകയുള്ളൂ, ഇങ്ങനെയൊക്കെ ഞാൻ ചോദിക്കും. രാവിലെ എണീറ്റ് വരുന്നത് ചിലപ്പോൾ ഒരടിയിലായിരിക്കും. അത് ഒഴിവാക്കാനാണോ എന്ന് എനിക്കറിയത്തില്ല. ചില ദിവസങ്ങളിൽ തലേ ദിവസം അമ്മ എൻ്റെ അടുത്ത് ചോദിക്കും, നാളെ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്, അല്ലെങ്കിൽ നാളെ ഇത് മതിയോ എന്ന്. അപ്പോൾ ഞാൻ മതി എന്ന് പറയുകയാണെങ്കിൽ അമ്മ സന്തോഷപൂർവ്വം പിറ്റേന്ന് ഉണ്ടാക്കും. ചിലപ്പോൾ ഞാൻ ഒന്നും മിണ്ടില്ല, എണീറ്റ് പോവും. പക്ഷേ പിറ്റേന്ന് രാവിലെ എൻ്റെ വീട്ടിലൊരു യുദ്ധഭൂമിയായിരിക്കും. കാരണം എനിക്കിഷ്ടമില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്ന് അടിയാണ് ആ വീട്ടിൽ. ഇപ്പോൾ ആലോചിക്കുമ്പോഴത്തേക്ക് ഞാൻ അന്ന് അമ്മയെ എന്തുമാത്രം ബുദ്ധിമുട്ടിച്ചു എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ. കാരണം ഇന്ന് എനിക്ക് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ ഈസി പുട്ടായിരിക്കും, ഉപ്പുമാവായിരിക്കും. ഇതൊന്നും അന്ന് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന, ഞാൻ കഴിക്കത്തേ ഇല്ലാതിരുന്ന സാധനമാണ്. ഞാൻ കോളേജിൽ കൊണ്ടുവന്ന ലഞ്ച് ബോക്സിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങളാണെങ്കിൽ അതുപോലെ അടച്ച് തിരിച്ചു കൊണ്ടുവന്ന ദിവസങ്ങളുണ്ട്. അമ്മ ആ ടിഫിൻ ബോക്സ് തുറന്ന് അതെടുത്ത് കളഞ്ഞ് പിറ്റേ ദിവസം അടുത്ത ലഞ്ച് ബോക്സ് തന്നുവിടുന്ന, അതായത് ചോറ് തന്നുവിടുന്ന ദിവസങ്ങളുണ്ട്. ഇന്ന് എനിക്കിഷ്ടമില്ലാത്ത എന്ത് കറി കൊണ്ടുപോയാലും ഞാനത് ഫുള്ള് കഴിച്ചിട്ടേ തിരിച്ചു കൊണ്ടുവരാറുള്ളൂ. കാരണം ഇന്ന് എനിക്കറിയാം ഞാൻ എന്ത് കഷ്ടപ്പെട്ടാണ് രാവിലെ എണീറ്റ് ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന്. അന്ന് ഞാൻ എൻ്റെ അമ്മയുടെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. ഇന്ന് അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അന്ന് എൻ്റെ അമ്മ അല്ലെങ്കിൽ അന്ന് അനുഭവിച്ചത് ഇന്ന് ഞാൻ ഓർത്ത് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല എന്നെനിക്ക് 150% അറിയാം. അതുകൊണ്ടൊക്കെ തന്നെ എവിടെയൊക്കെയോ അമ്മയായിട്ട് എനിക്ക് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അന്ന് എൻ്റെ അമ്മ വർക്കിംഗ് ആയിരുന്നു, ഞാൻ +2 പഠിക്കുന്നവരെ. അന്ന് വരെയും രാവിലെ എനിക്ക് പോകാനായാലും കാര്യങ്ങൾ ചെയ്യാനായാലും എൻ്റെ കൂടെ 2 പേര് വേണം. കാരണം രാവിലെ എണീറ്റ് എൻ്റെ മുടികെട്ടി തരുന്നതായാലും ടിഫിൻ ബോക്സ് എടുത്ത് ബാഗിൽ വെച്ച് തരുന്നതായാലും രാവിലെ എനിക്ക് ഫുഡ് വാരി തരുന്നതായാലും ഒക്കെ അമ്മയാണ്. ഇതിനിടയിൽ ഒരു കാലിൽ സോക്സ് ഇട്ട് ഒരു കാലിൽ സോക്സ് തപ്പി നടന്ന ദിവസങ്ങളിലൊക്കെ ഉണ്ട്. അന്ന് എൻ്റെ പപ്പ എൻ്റെ കൂടെ നടന്ന് സോക്സൊക്കെ തപ്പും. ഇന്ന് ഞാൻ കുറച്ചുകൂടി എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. അതായത് ഞാൻ എൻ്റെ സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് യൂണിഫോം അയൺ ചെയ്ത് ടിഫിനെടുത്ത് പാക്ക് ചെയ്ത് ബാഗിനകത്ത് വച്ച് ഒന്നും മറക്കാതെ തിരിച്ചു കൊണ്ടുവരാൻ അറിയാം. അന്ന് ചിലപ്പോൾ വാട്ടർ ബോട്ടിലൊക്കെ കൊണ്ടുപോയി സ്കൂളിലൊക്കെ കളഞ്ഞിട്ട് തിരിച്ചു വരുന്ന ദിവസങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഏകദേശം ഒരു +1 +2 വരെയും ഇങ്ങനെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് ഹോസ്റ്റൽ ലൈഫായിരുന്നപ്പോഴത്തേക്കും ഞാൻ ഏറ്റവും മിസ് ചെയ്തത് എൻ്റെ വീട് തന്നെയാണ്. കാരണം എൻ്റെ താളത്തിനൊത്ത് തുള്ളാൻ ഹോസ്റ്റലിൽ ആരുമില്ല.
എന്തുണ്ടെങ്കിലും എൻ്റെ കാര്യം ഞാൻ നോക്കിയാലേ പറ്റൂ. അവിടുത്തെ ഫുഡ് ഒന്നും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതേ ആയിരുന്നില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഹോസ്റ്റലിൽ നിർത്തി തിരിച്ച് വന്നാൽ മതി എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ അതേ ടൈമിൽ കൊറോണയും കൂടെ വരുന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു കൊറോണ വന്നതിൽ. കാരണം വീട്ടിൽ നിൽക്കാൻ പറ്റി, പിന്നെ ഹോസ്റ്റലിൽ പോകേണ്ട യാതൊരു കാര്യമൊന്നുമില്ല. എന്നാൽ കുറച്ച് നാൾ ഹോസ്റ്റലിൽ നിന്ന്, അതായത് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ശങ്കരൻ തെങ്ങേ തന്നെയെന്ന് പറയുന്ന കണക്ക് എൻ്റെ സ്വഭാവം പാടെ മാറി. വീണ്ടും എനിക്കത് വേണ്ട, ഇത് മതി, ഇത് വേണ്ട, അത് മതി, അങ്ങനൊരു ക്യാരക്ടറായിരുന്നു. അന്നൊക്കെ ഒട്ടും മെസ്സി പേഴ്സൺ അല്ലായിരുന്നു ഞാൻ. അതായത് എൻ്റെ റൂം എപ്പോഴും ക്ലീനായിട്ട് ഞാനിടും. എനിക്ക് റൂം എപ്പോഴും ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അത്രയും ക്ലീനായി തന്നെ ഞാൻ വയ്ക്കുമായിരുന്നു. ഇന്ന് ഈ പോകുന്നതും വരുന്നതും തിരക്കിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പോഴത്തേക്കാണ് ഞാൻ റൂമൊക്കെ ക്ലീൻ ചെയ്യാറ്. അമ്മാതിരി ഒരു യുദ്ധഭൂമി പോലെയാണ് ചില ദിവസങ്ങളിൽ എൻ്റെ റൂം കിടക്കുന്നത്. അത് ഇന്നാലോചിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്ന് ചിന്തിക്കാറുണ്ട്. ഓരോ സാധനം എവിടെ ഇരിക്കുന്നു എന്നൊന്നും എനിക്കറിയാമായിരുന്നു. ഞാൻ എവിടെയെങ്കിലും നിന്നാലും ഒരു സാധനം എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ റൂമിൽ അവിടെ ഇരിപ്പുണ്ട് എന്നെനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാമായിരുന്നു. ഇന്ന് പക്ഷെ അങ്ങനെയല്ല. ഞാൻ മാരേജിന് ശേഷവും മാരേജിന് മുമ്പും രണ്ട് ഡിഫറെൻറ്റ് പേഴ്സണാണ്. അന്ന് ഞാൻ എല്ലാവരെയും ആശ്രയിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഒരു കാര്യത്തിനും ആരെയും ആശ്രയിക്കുന്നില്ല. ഞാനെല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ പഠിച്ചു, എല്ലാം കൈകാര്യം ചെയ്യാൻ പഠിച്ചു, കുറച്ചുകൂടി നന്നായിട്ട് കുക്ക് ചെയ്യാൻ പഠിച്ചു, അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു. ഒരു തരത്തിൽ ചിന്തിച്ചാൽ കുറേ വീഡിയോസിലൊക്കെ കാണുന്ന കണക്ക് ഈ ഒരു പെൺകുട്ടിയുടെ ലൈഫ് എന്ന് പറയുന്നത് 2 സ്റ്റേജാണ്. കല്യാണത്തിന് മുൻപും കല്യാണത്തിന് ശേഷവും. കാരണം നമ്മൾ പാരൻറ്റ്സ് നമ്മളെ കൊഞ്ചിച്ച് ലാളിച്ച് വളർത്തിയ ആ ഒരു സ്റ്റേജിൽ നിന്ന് ഒരൊറ്റ ജമ്പാണ്, ഒരു ഹൈ ജമ്പ് പോലെ. ആ ഹൈ ജമ്പ് ചെന്ന് നിൽക്കുന്നത് നമ്മൾ സ്വന്തമായിട്ടെല്ലാം ചെയ്യാൻ പഠിക്കുന്ന ഒരു ടൈമിലോട്ടാണ്. ആ ടൈം ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. നമുക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഫീലായിരിക്കും. കാരണം എല്ലാം കയ്യിൽ കിട്ടിക്കൊണ്ടിരുന്ന ടൈമിൽ നിന്ന് എല്ലാം സ്വന്തമായിട്ട് ചെയ്യണം എന്ന് പറയുന്നൊരു ടൈമിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ്. അതൊട്ടും ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഒരു 3-4 മാസം നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും നമ്മുടെ ന്യൂ ലൈഫ് ഒന്ന് അറേഞ്ച് ചെയ്തുകൊണ്ട് വരാനായിട്ട്. അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വുമനാണെങ്കിലും അല്ലെങ്കിൽ പഠിക്കുന്ന ഒരാളാണെങ്കിലും അതിനേക്കാളും ടൈം എടുക്കും ചിലപ്പോൾ. നമുക്ക് ചില സമയത്ത് ഞാൻ ആലോചിക്കുമ്പോഴത്തേക്ക് ആ പണ്ടത്തെ ഞാനാണോ ഇപ്പോഴത്തെ ഞാൻ എന്ന് ചിന്തിക്കാറുണ്ട്. കാരണം പണ്ട് ഞാൻ ഒട്ടും ഞാൻ ഒട്ടും കാമല്ലായിരുന്നു. എന്ത് കാര്യത്തിനും ഞാൻ എടുത്തടിച്ച് മറുപടി പറയുമായിരുന്നു. അത് ആരുടെ ആയാലും ഞാൻ എന്താ പറയുന്നതെന്ന് പോലും ഞാൻ ചില സമയത്ത് ചിന്തിക്കാതെ സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ ചിലപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ 2 വട്ടം ആലോചിക്കും, അത് പറയണോ അത് പറയണ്ടേന്ന്. ഞാൻ കുറേ നാൾക്ക് ശേഷം എൻ്റെ ചേച്ചിയോട് മിണ്ടിയപ്പോൾ അല്ലെങ്കിൽ ചേച്ചിയോട് സംസാരിച്ചപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത്, ഓപ്പണായിട്ട് സംസാരിച്ചപ്പോൾ, ഞാൻ ഒരുപാട് മാറി എന്ന്. ആ മാറ്റം ഒരിക്കലും എനിക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷേ ചേച്ചിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി. കാരണം ചേച്ചി പറഞ്ഞതെന്ന് വെച്ചാൽ സുരു കുറച്ചുകൂടി മെച്യൂർഡായി, സുരു കുറച്ചുകൂടി മെച്യൂറായിട്ട് ചിന്തിച്ചു തുടങ്ങി, സംസാരിച്ചു തുടങ്ങി എന്നൊക്കെ. ആ മെച്യൂരിറ്റി എപ്പോഴാണ് എനിക്ക് മനസ്സിലായി തുടങ്ങിയെന്നോ എപ്പോഴാണ് ആ മെച്യൂരിറ്റി എന്നിലേക്ക് വന്നു തുടങ്ങിയെന്നോ എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കെപ്പോഴും ആ മെച്യൂരിറ്റി ഇല്ലാത്ത പണ്ടത്തെ സൂര്യയായിട്ടിരിക്കാനാണ് കേട്ടോ ഇഷ്ടം. കുറച്ച് കളിയും ചിരിയൊക്കെ ആയിട്ട്. ഇപ്പോഴും കളിക്കും ചിരിക്കും, അഹങ്കാരത്തിനും കാര്യങ്ങൾക്കൊന്നും വ്യത്യാസമില്ല. പക്ഷേ കുറച്ചുകൂടി ഹൈപ്പറായിരുന്നു പണ്ട്.
ആ ടൈമിലെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ കസിൻസ് എല്ലാം ഒന്നിച്ചുണ്ടായിരുന്ന ഒരു ടൈം ആയിരുന്നോണ്ടായിരിക്കാം വൈബിങ് കുറച്ചൊരു വൈബ്. ഇന്നും വൈബിങ്ങിനും കുരുത്തക്കേടിനും എൻജോയ്മെൻറ്റിനൊന്നും കുറവൊന്നുമില്ല. എന്നാലും എന്തൊക്കെയോ എവിടെയൊക്കെ മിസ്സിങ് ആണ്. ചിലപ്പോൾ അന്ന് നമുക്ക് ചിന്തിക്കാനൊന്നും ഒരു പ്രാപ്തിയുള്ള ടൈമല്ലല്ലോ, അല്ലെങ്കിൽ എന്ത് ചിന്തിക്കണം, എന്ത് ചിന്തിച്ച് പറയണം, എന്ത് ചിന്തിച്ച് സംസാരിക്കണം എന്നൊന്നും നമ്മൾ ആലോചിക്കുന്ന ടൈമല്ലല്ലോ. ഇന്ന് നമ്മളത് ആലോചിക്കാറുണ്ട്. ആരോട് എന്ത് സംസാരിക്കണം, നമ്മളെ കൂടെയുള്ള ആൾക്കത് ഹേർട്ടാവോ, അല്ലെങ്കിൽ നമ്മളെ കൂടെയുള്ള ആൾക്കത് മോശമാവോ എന്ന് ചിന്തിക്കാറുണ്ട് കേട്ടോ ഞാൻ. പിന്നെ പണ്ട് നാളത്തേക്ക് എന്ത്, അല്ലെങ്കിൽ നാളെ എങ്ങനെ, അല്ലെങ്കിൽ നാളെ സ്കൂളിൽ പോകണം, അതിന് എന്ത് ചെയ്യണം, അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, എല്ലാം ചിന്തിച്ചേ പറ്റൂ. നാളെ എന്ത്, നാളെ കഴിക്കാൻ എന്ത്, എടുക്കാൻ എന്ത്, പോകാൻ എന്തൊക്കെ വേണം, അങ്ങനെയൊക്കെ ചിന്തിക്കാനുണ്ട്. അപ്പോൾ വേറൊന്നുമല്ല, ഇത്രയും പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അവരോട് ആയിരിക്കുന്ന ടൈമിൽ നമ്മൾ 24 മണിക്കൂർ അവരുടെ അടിയും കൂടി ബഹളവും വെച്ച്, അല്ലെങ്കിൽ അവരെ മെൻ്റലി ടോർച്ചർ ചെയ്ത് അവരെ ഡൗണാക്കി നിൽക്കാണ്ട് അവർ കുറച്ചുകൂടി ഹാപ്പിയാക്കി, അല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കാമായിരുന്നു എന്ന് എനിക്കിന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഇന്ന് ഞാൻ എല്ലാം ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് ഞാൻ അറിയുന്നത് ഇതൊക്കെ ഇത്രയും പാടുള്ള പണിയായിരുന്നെന്ന്. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളും നമ്മൾ പോകാത്ത ദൂരങ്ങളൊക്കെ നമുക്കെന്നും ഈസിയാണ്, എളുപ്പമാണ്. പക്ഷേ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അറിയാവോ, അല്ലെങ്കിൽ അറിയൂ അതൊക്കെ എന്ത് പാടായിരുന്നു എന്ന്. ഇന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ സിറ്റുവേഷൻ എന്ത് പാടാണെന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ബൈ ബൈ.